ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 3-ാമത്തെ യൂണിറ്റാണ്. ഇൻ ഹാർമണി, ഐക്യത്തിൽ. ചിത്രം നോക്കൂ കൂട്ടുകാരെ. ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? വലിയൊരു മരമുണ്ടല്ലേ? മരത്തിൽ എന്ത് കാണുന്നു കൂട്ടുകാരെ? ഒരു കാക്കക്കൂട്. അതിൽ കാക്കയും തൻ്റെ കുഞ്ഞുങ്ങളുമുണ്ട്. പിന്നെയോ മരത്തിന് കീഴെയായി ഒരു ഡോഗ് ഉണ്ടല്ലേ? ഡോഗും അതിൻ്റെ കുഞ്ഞുങ്ങളും. അവർ വളരെ സന്തോഷത്തോടു കൂടിയാണല്ലേ ഇരിക്കുന്നത്. ചിത്രത്തിന് താഴെ മഹാത്മാഗാന്ധി തന്നിരിക്കുന്ന ഒരു വാക്യം നോക്കൂ. എന്താണത്? ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. നിങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പരസ്പരം പൊരുത്തപ്പെട്ടു പോവുക എന്നതാണ് സന്തോഷം. ആര് പറഞ്ഞ വാക്കുകളാണത്? മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രം നോക്കൂ കൂട്ടുകാരെ. ഹു ആർ ഹിഡൻ ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ ആരെല്ലാമാണ് ഒളിച്ചിരിക്കുന്നത്? നോക്കൂ, ആരെയൊക്കെ കാണാൻ കഴിയും? ഒരു ഡോഗുണ്ട്, പിന്നെയോ ഒരു ബേഡ്, പിന്നെ വേറെയും ജീവികളുണ്ടല്ലേ? ഫൈൻഡ് ഔട്ട് ആൻഡ് കളർ ദം. കൂട്ടുകാരെ, നിങ്ങൾ ഇതിന് നിറം നൽകി ആരൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കൂ. കൂട്ടുകാരെ, ഇനി നമുക്കൊരു സ്റ്റോറി പഠിച്ചാലോ? നോക്കൂ, റോക്കി ദ പപ്പി. റോക്കി എന്ന നായ്ക്കുട്ടി. റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. റോക്കി എന്ന പട്ടിക്കുട്ടി ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ഹി ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ യമ്മി മീൽ. അവൻ നല്ലൊരു ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം വിശ്രമിക്കുകയാണ്. ബീസ് ബസ്ഡ് അറൗണ്ട് ഹിസ് ഹെഡ്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? തേനീച്ചകൾ അവൻ്റെ തലയ്ക്ക് ചുറ്റും മോളി പറന്നു. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ദയവ് ചെയ്ത് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ആര് പറഞ്ഞു? റോക്കി പറഞ്ഞു അല്ലേ? റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്. എന്നിട്ട് റോക്കി കണ്ണുകൾ അടച്ചു. സ്ലോലി ഹി ഫെൽ അസ്ലീപ്. പതുക്കെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എ ക്രോ വാസ് വാച്ചിങ് എവരിത്തിങ്. ഇതെല്ലാം ഒരു കാക്ക നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഷീ ഫ്ലൂ അറൗണ്ട് ദ ബീസ്. അവൾ എന്ത് ചെയ്തു? തേനീച്ചകൾക്ക് ചുറ്റും പറന്നു. റോക്കി വോക്കപ്പ്. റോക്കി ഉറക്കമുണർന്നു. ഡോണ്ട് അനോയ് മീ ഹി സെഡ്. എന്നെ ശല്യപ്പെടുത്തരുത്, അവൻ പറഞ്ഞു. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ? റെസ്റ്റ്, വിശ്രമിക്കുക. എൻജോയ്, ആസ്വദിക്കുക. യമ്മി, സ്വാദിഷ്ടമായ. ബസ്, മൂളുക. ഇറിറ്റേറ്റ്, ദേഷ്യം പിടിപ്പിക്കുക. സ്ലോലി, പതുക്കെ. അസ്ലീപ്, ഉറങ്ങുക. വാച്ച്, നിരീക്ഷിക്കുക. എവരിത്തിങ്, എല്ലാം. അന്നോയ്, ശല്യപ്പെടുത്തുക. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വിൽ റോക്കി ഡു? റോക്കി എന്തു ചെയ്യും? റോക്കി എന്തായിരിക്കും ചെയ്യുക കൂട്ടുകാരെ? ഡോഗിനെ നമ്മൾ ശല്യപ്പെടുത്തിയാൽ അവൻ നമ്മെ നോക്കി കുരയ്ക്കും അല്ലേ? അതുപോലെ റോക്കിയും എന്തായിരിക്കും ചെയ്യുക? റോക്കി വിൽ ബാർക്ക്. റോക്കി കുരയ്ക്കും. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ദ ചേസ്, പിന്തുടരൽ. റോക്കി സാ എ ക്യാറ്റ് ചേസിങ് എ സ്ക്വിറൽ. ഒരു പൂച്ച ഒരു അണ്ണാനെ ഓടിക്കുന്നത് ആര് കണ്ടു? റോക്കി കണ്ടു. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ. അവൻ എന്ത് വിചാരിച്ചു? ഒരു തമാശ കാണിക്കാമെന്ന് വിചാരിച്ചു. ഹി ചേസ് ദ ക്യാറ്റ്. അവൻ എന്ത് ചെയ്തു? അവൻ പൂച്ചയെ പിന്തുടർന്നു. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. ദ ക്യാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം. എന്നെ വെറുതെ വിടൂ, ഞാൻ ആ അണ്ണാനെ പിടിക്കട്ടെ, പൂച്ച റോക്കിയുടെ നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു. ബൈ ദെൻ ദ സ്ക്വിറൽ ഹാഡ് ക്ലിംബ്ഡ് അപ്പ് എ ട്രീ. അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? അണ്ണാൻ മരത്തിന് മുകളിൽ കയറി. ചിൽ ചിൽ ചിൽ, ഇറ്റ് മോക്ക് ദ ക്യാറ്റ്. ചിൽ ചിൽ ചിൽ, അത് പൂച്ചയെ കളിയാക്കി. ദ ക്യാറ്റ് ആൾസോ ക്ലിംബ്ഡ് അപ്പ്. പൂച്ചയും മുകളിലേക്ക് കയറി. റോക്കി സ്റ്റുഡ് ബിലോ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ക്യാറ്റ്. റോക്കി പൂച്ചയെ നോക്കിക്കൊണ്ട് താഴെ നിന്നു. റോക്കിക്ക് മരത്തിൽ കയറാൻ കഴിയുമോ കൂട്ടുകാരെ? ഇല്ല അല്ലേ? അതുകൊണ്ടാണ് റോക്കി താഴെ നിന്ന് പൂച്ചയെ നോക്കിയത്. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ? ചേസ്, പിന്തുടരുക. സ്ക്വിറൽ, അണ്ണാൻ. ഫൺ, തമാശ. ലീവ്, വിട്ടേക്കുക. ക്ലിം, കയറുക. മോക്ക്, കളിയാക്കുക. ഹിസ്, ചീറ്റുക. സ്റ്റുഡ്, നിന്നു. ബിലോ, താഴെ. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ കൂട്ടുകാരെ. വാട്ട് വിൽ ദ ക്യാറ്റ് സേ ടു റോക്കി? പൂച്ച റോക്കിയോട് എന്ത് പറയും? എന്താണ് പറഞ്ഞത്? ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. എന്താണ്? എന്നെ വിടൂ, ഞാൻ ആ അണ്ണാനെ പിടിക്കട്ടെ.
ദ കെയറിംഗ് ക്രോ, കരുതലുള്ള കാക്ക. ദ സ്ക്വറൽ ഡിസപ്പിയർഡ് അമംഗ് ദ ലീവ്സ്, അണ്ണാൻ ഇലകളുടെ ഇടയിൽ മറഞ്ഞു. ദ ക്യാറ്റ് ലുക്ക്ഡ് ഡൗൺ, പൂച്ച എന്ത് ചെയ്തു? താഴേക്ക് നോക്കി. ഹീ സാ റോക്കി ട്രൈയിങ് ടു ക്ലിംബ് അപ്പ് ദ ട്രീ, അവൾ എന്താണ് കണ്ടത്? റോക്കി മരത്തിൽ കയറാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. ദ ക്യാറ്റ് ജംപ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്, അവൾ എന്ത് ചെയ്തു? താഴെ ചാടി ഓടി രക്ഷപ്പെട്ടു. ദ ക്രോ സൈഡ്, അതാര് കണ്ടു? അതൊരു കാക്ക കണ്ടു. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ, അവളുടെ കൂട് ആ മരത്തിലായിരുന്നു. ഹെർ ചിക്സ് വെയർ ഇൻ ഇറ്റ്, അതിനുള്ളിൽ ആരുണ്ടായിരുന്നു? അവളുടെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഷീ വാസ് അഫ്രൈഡ്, അവൾക്ക് ഭയമായി. ഷീ സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൗണ്ട് ദ റോക്കി, അവൾ എന്ത് ചെയ്തു? റോക്കിക്ക് ചുറ്റും വട്ടത്തിൽ പറക്കാൻ തുടങ്ങി. റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്, റോക്കി എന്ത് ചെയ്തു? അവൻ്റെ പുറം കാലുകൾ കൊണ്ട് എഴുന്നേറ്റ് നിന്നു. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. ഡിസപ്പിയർ, അപ്രത്യക്ഷമാകുക. എമംഗ്, ഇടയ്ക്ക്. ജംപ്, ചാടുക. എസ്കേപ്പ്, രക്ഷപ്പെടുക. അഫ്രൈഡ്, പേടിക്കുക. എറൗണ്ട്, ചുറ്റും. ഹിൻഡ് ലെഗ്സ്, പുറം കാലുകൾ. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? കൂട്ടുകാരെ, ഇനി എന്താണ് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ദ ഹംഗ്രി ക്രോ, വിശന്നു വലഞ്ഞ കാക്ക. റോക്കി വാക്ക്ഡ് ബാക്ക്, റോക്കി തിരിഞ്ഞു നടന്നു. ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ, പോകുന്ന വഴിയിൽ അവൻ എന്ത് കിട്ടി? ഒരു എല്ല് കിട്ടി. ഹി സാറ്റ് ഓൺ ദ ഗ്രാസ് ആൻഡ് സ്റ്റാർട്ടഡ് ച്യൂയിങ് ഇറ്റ്, അവൻ എന്ത് ചെയ്തു? പുല്ലിൻ്റെ മുകളിൽ ഇരുന്ന് എല്ല് കടിച്ച് ചവയ്ക്കാൻ തുടങ്ങി. ഓ മാഞ്ചി ഊഷ്, എന്താണ് അവൻ പറഞ്ഞത്? ഓ നല്ല സ്വാദ്, ഉഗ്രൻ. ഹി ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ജോയ്, എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ സന്തോഷം കൊണ്ട് കണ്ണുകളടച്ചത് ആസ്വദിച്ചു. ദ ക്രോ വാസ് ഒബ്സർവിങ് ദ സീൻ, ഈ രംഗം ആ കാക്ക നിരീക്ഷിക്കുകയായിരുന്നു. ഷി വാസ് വെരി ഹംഗ്രി, അവൾക്ക് വളരെ വിശപ്പുണ്ടായിരുന്നു. ഷീ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ എവേ, അവൾ എന്ത് ചെയ്തു? എല്ല് തട്ടിയെടുത്ത് ദൂരേക്ക് പറന്നു. ഓ യു നോട്ടി ക്രോ, റോക്കി ബാർക്ക്ഡ്, ഓ വികൃതി കാക്ക, റോക്കി കുരച്ചു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്ന് അവന് അറിയില്ലായിരുന്നു. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്, അവൻ എന്ത് ചെയ്തു? മുകളിലേക്കും താഴേക്കും പലതവണ ചാടി. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്, എന്നിട്ടോ അവൻ തല ചൊറിഞ്ഞിട്ട് മണ്ണിൽ കിടന്നുരുണ്ടു. സ്ലോലി ഹി കാം ഡൗൺ, പിന്നെ പയ്യെ അവൻ ശാന്തനായി. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. ബോൺ, അസ്ഥി ഓർ എല്ല്. ച്യൂ, ചവയ്ക്കുക. മഞ്ചി, സ്വാദുള്ള. ജോയ്, സന്തോഷം. ഒബ്സർവ്, നിരീക്ഷിക്കുക. സീൻ, രംഗം. സ്നാച്ച്, തട്ടിയെടുക്കുക. നോട്ടി, വികൃതി. സെവറൽ ടൈംസ്, പല പ്രാവശ്യം. സ്ക്രാച്ച്, ചൊറിയുക. റോൾ, ഉരുളുക. താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. റോക്കി ബാർക്ക്ഡ് അലൗഡ് ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. വൈ? എന്തുകൊണ്ടാണ് റോക്കി കുരച്ചുകൊണ്ട് പല പ്രാവശ്യം മുകളിലേക്കും താഴേക്കും ചാടിയത്? പറയൂ. ബിക്കോസ് ദ ക്രോ സ്നാച്ച്ഡ് ഹിസ് ബോൺ ആൻഡ് ഫ്ലൂ എവേ. എന്താണ് സംഭവിച്ചത് കൂട്ടുകാരെ? കാക്ക അവൻ്റെ എല്ലും കഷ്ണം തട്ടിയെടുത്ത് പറന്നുപോയി ഇല്ലേ? അതുകൊണ്ടാണ് റോക്കി കുരച്ചുകൊണ്ട് താഴേക്കും മുകളിലേക്കും പല പ്രാവശ്യം ചാടിയത്. ദ ഹെവി റെയിൻ, കനത്ത മഴ. സഡൻലി ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക്, പെട്ടെന്ന് നീലാകാശം കറുത്തിരുണ്ടു. ദ വിൻഡ് ഹൗൾ, കാറ്റ് വലിയ ശബ്ദത്തോടെ ആഞ്ഞടിച്ചു. ദ ഹെവി തണ്ടർ ഷൂക്ക് ദ ഗ്രൗണ്ട്, ശക്തമായ ഇടിമുഴക്കം ഭൂമിയെ കുലുക്കി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ, എന്ത് സംഭവിച്ചു കൂട്ടുകാരെ? മഴ പെയ്യാൻ തുടങ്ങി. ക്രാ ക്രാ ദ ക്രോ കോഡ് അലൗഡ്, കാക്ക ഉറക്കെ കരഞ്ഞു. ഷീ സാ ഹർ നെസ്റ്റ് സ്വായിങ് ഇൻ ദ വിൻഡ്, അവളുടെ കൂട് കാറ്റിൽ ആടി ഉലയുന്നത് അവൾ കണ്ടു. സൂൺ ദ ബ്രാഞ്ച് ബ്രോക്ക് ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ, പെട്ടെന്ന് എന്ത് സംഭവിച്ചു? മരക്കൊമ്പൊടിഞ്ഞ് പക്ഷിക്കൂട് താഴെ വീണു. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. സഡൻലി, പെട്ടെന്ന്. ഹൗൾ, അലറുക. ഹെവി തണ്ടർ, ശക്തമായ ഇടിമുഴക്കം. ഷൂക്ക്, കുലുങ്ങി. സ്വേ, ആടിയുലയുക. ബ്രാഞ്ച്, ശിഖരം. ബ്രോക്ക്, ഒടിഞ്ഞു. താഴെ തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിക്സ്? കാക്ക കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും?
മരച്ചില്ലയിൽ ഒരു പക്ഷിക്കൂടുണ്ടായിരുന്നു അല്ലേ? ആ കൂട്ടിൽ കാക്കക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ കാക്കക്കുഞ്ഞുങ്ങൾക്ക് ചില്ല ഒടിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? ദ ചിക്സ് വിൽ ഫാൾ ഡൗൺ. പക്ഷിക്കുഞ്ഞുങ്ങൾ താഴെ വീഴും. നെക്സ്റ്റ് നോക്കൂ. ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ്. നിസ്സഹായരെ സഹായിക്കുന്നു. കിയോ കിയോ റോക്കി ഹാഡ് എ സൗണ്ട്. കിയോ കിയോ റോക്കി ഒരു ശബ്ദം കേട്ടു. ഹി സാ ദ ചിക്സ് ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട്. അവൻ എന്താണ് കണ്ടത്? കാക്കക്കുഞ്ഞുങ്ങൾ നിലത്ത് കിടക്കുന്നു. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം ആൻഡ് വാക്ക് ടുവേഴ്സ് ദ നെസ്റ്റ്. അവരോട് ദയ തോന്നി അവൻ പക്ഷിക്കൂടിനടുത്തേക്ക് നടന്നു. ദ ചിക്സ് വെയർ ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ. പക്ഷിക്കുഞ്ഞുങ്ങൾ മഴയിൽ കുതിർന്നിരുന്നു. കിയോ കിയോ ദെയർ ക്രൈ ബിക്കം ലൗഡർ. കിയോ കിയോ അവരുടെ കരച്ചിൽ ഉച്ചത്തിലായി. ദേ വെയർ ഷിവറിങ്. അവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഡോണ്ട് വറി ഡിയേഴ്സ്, റോക്കി കൺസോൾഡ് ദം. വിഷമിക്കേണ്ട കൂട്ടുകാരെ, റോക്കി അവരെ ആശ്വസിപ്പിച്ചു. ഹെൽപ്പ് മീ റോക്കി ഹാഡ് എ ക്രൈ. സഹായിക്കണേ സഹായിക്കണേ. റോക്കി അപ്പോഴേക്കും ഒരു കരച്ചിൽ കേട്ടു. ഹി ടേൺ ടുവേഴ്സ് ദ സൗണ്ട്. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അവൻ തിരിഞ്ഞു. ഹി സാ ദ മദർ ക്രോ കോട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച്. അവൻ അവിടെ എന്താണ് കണ്ടത്? താഴെ വീണ് കിടക്കുന്ന ഒരു മരക്കൊമ്പിനടിയിൽ അമ്മ കാക്ക കിടക്കുന്നു. ഹിസ് ഹാർട്ട് മെൽറ്റഡ്. അവൻ്റെ ഹൃദയം അലിഞ്ഞു. റോക്കി ട്രൈഡ് ടു മൂവ് ദ ബ്രാഞ്ച്. ഇറ്റ് വാസ് ഹെവി. റോക്കി ആ ശിഖരം മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അതിന് നല്ല ഭാരമുണ്ടായിരുന്നു. ഹി പുൾഡ് ഇറ്റ് വിത്ത് ആൾ ഹിസ് സ്ട്രെങ്ത്. അവൻ അത് സർവ്വശക്തിയും ഉപയോഗിച്ച് വലിച്ചു. ഫൈനലി ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ് ആൻഡ് സേവ് ദ ക്രോ. അവസാനം അത് നീക്കി കാക്കയെ റോക്കി രക്ഷിച്ചു. ദ ക്രോസ് ഐസ് വെൽഡ് അപ്പ്. കാക്കയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഷീ ലുക്ക്ഡ് അറ്റ് റോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവൾ നന്ദിയോടുകൂടി റോക്കിയെ നോക്കി. ടേക്ക് കെയർ. സൂക്ഷിക്കൂ. സർ റോക്കി ആൻഡ് വാക്ക്ഡ് അവേ. ഇത് പറഞ്ഞ് റോക്കി നടന്നുപോയി. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. ഹെഡ് കേട്ടു. ലൈയിങ് കിടക്കുന്നു. പിറ്റി ദയ. ഡ്രെഞ്ച് കുതിരുക. ഷിവറിങ് വിറയ്ക്കുന്നു. കൺസോൾ ആശ്വസിപ്പിക്കുക. ടേൺ തിരിയുക. മെൽറ്റ് അലിയുക. ഹെവി ഭാരമുള്ള. സ്ട്രെങ്ത് ശക്തി. ഫൈനലി അവസാനം. ഏബിൾ സാധിക്കുക. വെൽഡപ്പ് ഈറനണിഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി. ടേക്ക് കെയർ സൂക്ഷിക്കുക. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വുഡ് യു ഡു ഇഫ് യു വെയർ ഇൻ റോക്കീസ് പ്ലേസ്. റോക്കിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പറയൂ കൂട്ടുകാരെ, റോക്കിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ ആ കാക്കയെ രക്ഷിക്കുമായിരുന്നോ? യെസ് അല്ലേ? ഐ വുഡ് ആൾസോ ഹെൽപ്പ് ദ ക്രോ. ഞാനും ആ കാക്കയെ സഹായിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. തുടർന്നുള്ള ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഗുഡ് ബൈ.